അഡ്മിറ്റ് ആവുന്ന രോഗികൾക്ക് പ്രഭാത ഭക്ഷണം തുടക്കം എന്ന പേര് ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. ജൂൺ 8 നേതൃത്വത്തിൽ തന്നെയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി ഇവിടെ നിന്ന് RMOയും ഡയറ്റീഷ്യനും ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ തന്നെ ഗുണമേന്മയോടുകൂടി തന്നെ ഭക്ഷണം നൽകാമെന്ന് കുടുംബശ്രീ യൂണിറ്റ് ഏറ്റിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കടമ. ഞാൻ ഈ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, അതുപോലെ ഇവിടെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ ശ്രദ്ധേയമായൊരു പദ്ധതിയാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജില്ലാ പഞ്ചായത്ത് ജില്ലാ ആസ്പത്രികളിൽ അഡ്മിറ്റായ രോഗികൾക്ക് പ്രഭാത ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരു പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് ആദ്യം തന്നെ നടത്തുന്ന ഒരു പദ്ധതിയാണ്. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് ഇതിന് സമാനമായൊരു പദ്ധതി ഉണ്ടാവില്ല. ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്തും ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആരോഗ്യ പരിപാലന മേഖലയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത്, ജില്ലാ ആസ്പത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന രോഗികൾക്ക് പ്രഭാത ഭക്ഷണം കൊടുക്കുന്ന ഒരു പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് കാസർഗോഡ് ജില്ലയിൽ ആരംഭിക്കുന്നത്. തീർച്ചയായും ഈ പദ്ധതി സംബന്ധിച്ച് ഇവിടെ ഡോക്ടർ വിശദീകരിച്ചു. ഈ ജില്ലാ ആസ്പത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള രോഗികൾക്ക് ഇവിടെ നമുക്കറിയാം നമ്മുടെ ഉച്ചഭക്ഷണവും അതുപോലെ രാത്രിക്കുള്ള ഭക്ഷണവും വിവിധ സന്നദ്ധ സംഘടനകൾ ഇവിടെ വർഷങ്ങളായി ഏർപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നാൽ പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത് യഥാർത്ഥ ജില്ലാ ആസ്പത്രിയെ സംബന്ധിച്ച് ചില പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് എന്ന് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും ഈ പുതിയ ജില്ലാ പഞ്ചായത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം ധർണ കാസർഗോഡ് എന്ന് പറയുന്ന പൊതുജനങ്ങളിൽ നിന്നും അവരുടെ നിർദ്ദേശങ്ങൾ ക്ഷണിച്ചുകൊണ്ടൊരു പദ്ധതിക്ക് ജില്ലാ പഞ്ചായത്ത് നേതൃത്വം കൊടുക്കുകയുണ്ടായി. ആ പദ്ധതിയിൽ മടിക്കൈ ഗ്രാമപഞ്ചായത്തിലുള്ള ശശീന്ദ്രൻ നിർദ്ദേശിക്കപ്പെട്ടൊരു പദ്ധതിയാണ് ഈ പദ്ധതി. തീർച്ചയായും ആ പദ്ധതി ഞങ്ങൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഇത് ഏറ്റവും ഫലപ്രദമായി നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആദ്യ വർഷമായി നമ്മുടെ വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ച ബഡ്ജറ്റിലെ ഏറ്റവും പ്രാധാന്യമേറിയൊരു പദ്ധതിയായി ഈ പദ്ധതി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് വെക്കുന്നത്. ഈ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ രോഗികളുടെ കൂടെ നിൽക്കുന്നവരുടെ സജഷൻസ് ഉൾപ്പെടെ സ്വീകരിച്ചുകൊണ്ട് നടപ്പിലാക്കുന്നതിനാവശ്യമായിട്ടുള്ള പരിശ്രമങ്ങൾ കൂടി ജില്ലാ പഞ്ചായത്ത് നേതൃത്വം കൊടുക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന മുഴുവൻ ആളുകളെയും കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈ വർഷത്തെ പദ്ധതി നിർവഹണത്തിൻ്റെ ആദ്യത്തെ പദ്ധതിയാണ്. ഇതിനുമായി സഹകരിക്കാൻ വന്നു ചേർന്ന് എല്ലാവരെയും ഹൃദയപൂർവ്വം കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന് വേണ്ടി സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട MLA ക്ഷണിക്കുകയാണ്. നല്ല ചായ നല്ല തുടക്കം എന്ന പദ്ധതിയുടെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ ജനപ്രതിനിധികളെ, രോഗികളും കൂട്ടിരിപ്പുകാരും ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കളെ, ഒരു മനുഷ്യപ്പറ്റുള്ള പദ്ധതിയാണ് ഈ പദ്ധതി എന്ന് ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന രോഗികൾക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉച്ചക്കും രാത്രിയും സന്നദ്ധ സംഘടനകൾ, യുവജന സംഘടനകളൊക്കെ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രഭാത ഭക്ഷണത്തിന് ആ നിലയിലുള്ള സൗകര്യമില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഈ ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്ത രോഗികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇത്തരമൊരു പദ്ധതിക്ക് ആസൂത്രണം ചെയ്തത്. ഇതൊരു ചായ അല്ലെങ്കിൽ പലഹാരം നൽകുന്ന ഇതായി മാത്രം കാണരുത്. ഇതൊരു മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പരിപാടിയാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നേരത്തെ ക്യൂ നിൽക്കുന്ന ഒരുപാട് രോഗികളെല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ജില്ലാ പഞ്ചായത്ത് ഇത്തരമൊരു പദ്ധതിക്ക് മുൻകൈ എടുത്തത് ഏറെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഈ ആസ്പത്രി ആശ്രയിക്കുന്ന മുഴുവൻ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ആശ്വാസമായ ഒരു പദ്ധതിയായി മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, ഇവിടെ സന്നിഗ്ധരായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികൾ,
ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആശുപത്രിയിലെ ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത സഹോദരി സഹോദരന്മാർ, അവർക്ക് കൂട്ടിരിക്കുന്നവർ, മാധ്യമ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ടവർ, ഇവിടെ ദീർഘമായി സംസാരിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും മാതൃകാപരമായി കേരളത്തിൽ ആദ്യം തന്നെ ഒരു തുടക്കം ജില്ലാ പഞ്ചായത്ത് അതിനെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർവഹിക്കുകയാണ്. രാവിലത്തെ ഭക്ഷണം ജില്ലാ പഞ്ചായത്ത് വക. അപ്പോൾ കാതൽ എന്ന് പറഞ്ഞാൽ കാതൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ രാവിലത്തെ ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ അതിന് ജില്ലാ പഞ്ചായത്ത് നേതൃത്വം കൊടുക്കുന്ന എന്ന് പറയുമ്പോൾ ഏറെ അഭിമാനമുണ്ട്. ഒരു ജനകീയ ഭരണം കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ സാക്ഷ്യപത്രമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇതിന് കാഞ്ഞങ്ങാട് നഗരസഭയുടെ എല്ലാ പിന്തുണയും എല്ലാ ആശംസകളും നേരുന്നു. നമ്മുടെ ഈ വർഷത്തെ പദ്ധതിയിലെ ഏറ്റവും മികവുന്ന ഒരു പദ്ധതിയാണ്. അതിൻ്റെ തുടക്കമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. കൂടുതൽ വർത്തമാനത്തിലേക്കൊന്നും പോകുന്നില്ല. ചായ കൊടുക്കുക എന്ന് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല പരിപാടിയായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നാശനീയത്തിന് പരിഹാരം ഭക്ഷണത്തിന്റെ പേര് പോകുമ്പോ നായ ഓടിച്ച പറ്റിയാണ് അടുത്ത് പരാതിയും പറഞ്ഞിട്ടുണ്ട്. അതിന് നീക്കുപോക്ക് ജനപ്രതിനിധികൾ ഇവിടെ ഉള്ളത് കൊണ്ട് എല്ലാവരും കൂടെ പരിഹരിക്കുക. ഇപ്പൊ കിട്ടിയ അവസരത്തിൽ അത് പറഞ്ഞു. അത് മധുരം വേണമെന്ന് പറഞ്ഞാൽ ഇത് മധുരം വേണം. അത് കൊടുക്കാൻ വെറുതെ ക്യൂ നിൽക്കല്ലേ കുറച്ച് വലിയ